ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് മീരി പീരി എന്നുള്ളതാണ്. മീരി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു ഔട്ട്സൈഡ് ആംഗിളാണ്, പുറമേ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ്. അത് ശരിക്കും അത് പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് നമ്മൾ മിരി എന്നുള്ള ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ പിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസൈഡാണ്. നമ്മൾ ഇപ്പോൾ പുറമെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുറമേ കാണുന്നതും ഉള്ളിൽ ഉള്ളതും രണ്ടും രണ്ടാണ്. അപ്പോൾ പിരി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്താണ്? സ്പിരിച്വലാണ്, ധാർമ്മികതയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മിരി പിരി എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഒരു ധാർമ്മികതയും ഒരു സ്പിരിച്വൽ മെന്റാലിറ്റിയും കൂടി ചേരുന്നതാണ് മിരി പിരി എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നമ്മുടെ മിരി ആംഗിളിൽ നമുക്കുള്ളത്, പറയാനുള്ളത്? മിരി ആംഗിൾ എന്ന് പറയുമ്പോൾ പറഞ്ഞു പൊളിറ്റിക്സ്, രാഷ്ട്രീയപരമായി നമുക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പിരി ആംഗിൾ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള, നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, മാനസികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്, ചിന്തിക്കാനുള്ളത്. മിരി പിരി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഔട്ട്സൈഡ് ആംഗിളിൽ നമ്മളൊരു പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ നമ്മൾ അംബേദ്കറിസം പറയുന്നു, അതുപോലെ തന്നെ നമ്മൾ കാൻഷാമിസം പറയുന്നു, രാഷ്ട്രീയപരമായ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മിരി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആംഗിൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഫ്ലാഗ് പിടിക്കുന്നു, അതിപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ ആംഗിൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള, നമ്മളെ ഉള്ളിലുള്ള ഒരു ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സ്പിരിച്വൽ നോളജ് ഉണ്ട്, സ്പിരിച്വൽ അറിവ്. അപ്പോൾ ആ സ്പിരിച്വൽ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ നിന്ന് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ആംഗിൾ ഉണ്ട്, അത് ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലുള്ള ആ സ്പിരിച്വൽ ആംഗിളിനനുസരിച്ചിട്ടാണ് ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകുന്നത്. ആ ഫലം നമ്മൾ കാണേണ്ടത് ആ സ്പിരിച്വൽ ആംഗിൾ ഏത് രീതിയിലാണോ ആ രീതിക്ക് കൂടിയായിരിക്കും. അതിപ്പോൾ നമുക്ക് ഒരു മാങ്ങ നമുക്ക് അതിൻ്റെ തൈ നടുമ്പോൾ തന്നെ നമുക്കറിയാം ആ മാവിൽ നിന്ന് നമുക്ക് മാങ്ങ കിട്ടും. ആ മാങ്ങ ഒരുപക്ഷെ അത് പുളിപ്പുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ മധുരമുള്ളതായിരിക്കാം. ചില ചെടികൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? വിഷക്കായ്കൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് വിഷം നിറഞ്ഞ, പോയിസൺ നിറഞ്ഞ ഒരു കാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ റൂട്ടിൽ, എവിടെ നിന്നാണോ റൂട്ട്, അവിടെ ആ റൂട്ടിലൂടെ വലിച്ചെടുക്കുന്ന പോയിസൺ കൂടിയാണ് അതിൻ്റെ റിസൾട്ടായിട്ട് ഫ്രൂട്ട്സിൽ ആ പോയിസൺ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആംഗിൾ ഏത് രീതിയാണോ അതനുസരിച്ചായിരിക്കും പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നത് എന്നാണ് സാർ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു നല്ലൊരു റൂട്ട്, ഒരു പ്ലാന്റ് നമ്മളുണ്ട്. ആ റൂട്ടും പ്ലാന്റും എന്തായിരിക്കും? അത് സ്പിരിച്വൽ ആംഗിളായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മുടെ ഒരു ധാർമ്മികതയുടെയും കൂടി ഭാഗമാണ്. അപ്പോൾ ഇത് മിരി പിരി എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്സും അതുപോലെ തന്നെ സ്പിരിച്വലും ചേർന്നതാണ് മിരി പിരി. നമുക്ക് നമ്മുടെ എന്താ പറയുക, ഈ പറഞ്ഞ സ്പിരിച്വൽ ആംഗിൾ ഒരു ഹിന്ദുയിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആംഗിളിലാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് റിസൾട്ട് വരുന്നത് എന്തായിരിക്കും? അതാണ് സാർ ചോദിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ റിസൾട്ട് എന്തായിരിക്കും? ബ്രാഹ്മണിസം നമുക്കറിയാമല്ലോ, ഓൾറെഡി അറിയാം. ബ്രാഹ്മണിസം അറിയാം, ഹിന്ദുയിസം അറിയാം. അവർ ഇവിടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ അറിയാം. നമ്മൾ അത് മനസ്സിൽ പേറിക്കൊണ്ട് അതിന് ആഭിമുഖ്യമായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മാനസികാവസ്ഥയിൽ നമ്മൾ പ്രവർത്തിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ആംഗിളിൽ വരുമ്പോൾ വരുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇപ്പം നമ്മൾ ബ്രാഹ്മണിസം നമുക്കറിയാം, ബ്രാഹ്മണിസം തന്നെയാണ് ഹിന്ദുയിസം, ഹിന്ദുയിസം തന്നെയാണ് ബ്രാഹ്മണിസം. അപ്പോൾ
ബ്രാഹ്മണസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, റിലീജിയസ് മൈനോറിറ്റി, ആ രീതിയിലാണ്. അപ്പൊ ശൂദ്ര ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബ്രാഹ്മൺസ് ആയിട്ടുള്ള ആൾക്കാർ, സവർണരായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചാണ്, അവർക്കാണ് എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ വ്യവസ്ഥിതിയിൽ, ഈ ജാതി റിലീജിയനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ബ്രാഹ്മണന് മാത്രമാണ് എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞാൽ ക്ഷത്രിയൻ എന്താണ്? അവന് ആയുധം കൈവെക്കാനും ഭരിക്കാനും ഒക്കെയുള്ള അവകാശമാണ് ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാനും ഒരു കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ശൂദ്രരായിട്ടുള്ള ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യണം? ഇതൊന്നും നമുക്ക് അനുവദനീയമല്ലാതെ എന്ത് ചെയ്യണം? താഴെത്തട്ടിൽ നിലകൊള്ളണം. ശൂദ്രരായിട്ടുള്ള ആൾക്കാരുടെ, അതാണ് ഈ മതത്തിന്റെ ഒരു പ്രത്യേകത. ആ റിലിജിയന്റെ ഒരു പ്രത്യേകത അതാണ്. അതെന്നാണ് നമ്മൾ മനസ്സിൽ പേറിക്കൊണ്ട് നമ്മൾ ഈ പൊളിറ്റിക്സ് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ രീതിയിലേക്ക് ഉയർന്നു വരാനോ, ചിന്തിക്കാനോ, ബിസിനസ് നടത്താനോ, എഡ്യൂക്കേഷൻ, നമ്മുടെ കുട്ടികളെ ഉയർന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിപ്പിച്ച് വിടാനോ, അല്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കാൻ നമുക്കും കൂടി അവകാശമുള്ളവരാണെന്നുള്ള തോന്നൽ പോലും ഇല്ല, അവകാശമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് മാത്രമേ മീരിയിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മള് പീരി നമുക്ക് മീരിയിൽ റിഫ്ലക്റ്റ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പീരിയിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇലക്ഷനിൽ നേരിടുമ്പോൾ, ഇപ്പൊ നമുക്ക് കേരളത്തില് നമുക്ക് ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഭരണം നടത്തുന്നത് ആരാണ്? ഒരു നായർ വിഭാഗത്തിലുള്ള മുഖ്യമന്ത്രിയാണ് എന്ത് ചെയ്യണത്. അപ്പോൾ നായർ നമ്പൂതിരി വിഭാഗത്തിലുള്ളവർക്ക് ഭരിക്കാനും നമ്മൾ അതിനെ അവരുടെ ഭരണത്തിന് കീഴിൽ നിൽക്കേണ്ടവരും മാത്രം എന്നുള്ള ചിന്താഗതി നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താന്ന് വെച്ചാൽ, നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റേ ഏത് പാർട്ടിയാണെങ്കിലും വിജയിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, വിജയിച്ചു വന്നാലും ഭരിക്കുന്നത് ആരായിരിക്കും? ഈ പറയുന്ന ബ്രാഹ്മണൻ ആയിട്ടുള്ള ക്ഷത്രിയരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് കിടക്കുന്നത് ഇതിലാണ്, ഈ ബ്രാഹ്മണിസത്തിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ റൂളേഴ്സ് ആകണമെന്ന് നമുക്ക് പലപ്പോഴും എവിടെയാണ്? ഈ ബ്രാഹ്മണിസം മനസ്സിൽ നിലനിൽക്കുന്ന അത്രയും കാലം നമ്മൾ റൂളർ ആകണമെന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭരിക്കേണ്ടവരാണെന്ന് തോന്നൽ പോലും നമ്മളിൽ ഉണ്ടാവില്ല. നമ്മളുടെ മൈൻഡ് സെറ്റ് കിടക്കുന്നത് മറ്റവരാണ് നമ്മളെ ഭരിക്കേണ്ടതെന്നുള്ള രീതിയിലാണ് മൈൻഡ് സെറ്റ് കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും. ഇപ്പം പീരി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ, നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഒരു കാര്യവും പ്രതിഫലിക്കുന്നത് എവിടെയായിരിക്കും? ഈ പൊളിറ്റിക്സിലായിരിക്കും പ്രതിഫലിക്കുന്നത്. അതാണ് ഈ മൊത്തത്തിൽ നമുക്ക് ഈ മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുനടക്കുന്ന അത്രയും കാലം സവർണർക്ക് അനുകൂലമായ, അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാത്രമേ ഈ പൊളിറ്റിക്സിൽ അത് റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ഹ്യൂമാനിറ്റി ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് സ്പിരിച്വാലിറ്റി. അപ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ റിലീജിയസ് മൈൻഡ് ആണല്ലോ സ്പിരിച്വൽ, റിലീജിയസ് മൈൻഡാണ് സ്പിരിച്വൽ, അതാണല്ലോ പിരി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റിലീജിയസ് മൈൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റിലിജിയൻ എന്ന് നമ്മൾ കണക്കാക്കേണ്ടത് മനുഷ്യർ തമ്മിലുള്ള അടുപ്പമാണ്, മനുഷ്യത്വപരമായ പെരുമാറ്റം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യണം? നമ്മളെ സഹോദരങ്ങളായിട്ട്, ബ്രദേഴ്സായിട്ട് കാണാവുന്ന രീതിയിൽ നമ്മൾ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള റിലിജിയൻ, മതം എന്ന് പറയേണ്ടത്. അപ്പോൾ ഒരു ബിംബത്തെ, അല്ലെങ്കിൽ ഒരു പ്രതിമയെ, അല്ലെങ്കിൽ എന്താ പറയണ, അമ്പലങ്ങളിൽ ഇതൊക്കെ സ്റ്റാച്യൂസില്ലേ, സ്റ്റാച്യൂനെ കണ്ടിട്ട് അതിനെ ആരാധിക്കുന്നതിന് പകരം നമ്മൾ മനുഷ്യരെ ആരാധിക്കുക, മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അതാണ് യഥാർത്ഥ റിലിജിയൻ, മതം എന്ന് കണക്കാക്കേണ്ടത്. അതല്ലാത്തത് എന്തായി മാറും? ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അവരെ ഒരിക്കലും എന്ത് ചെയ്യുക, മറ്റൊരു മനുഷ്യനെ ഈക്വലായിട്ട് കാണാനോ നമ്മൾ ഒന്നിച്ച് നിർത്താനോ നമുക്ക് കഴിയുകയില്ല.
മനസ്സിലായല്ലോ. അപ്പൊ മനുഷ്യനെയാണ് നമ്മൾ എന്ത് ബിംബങ്ങളായിട്ട് നമ്മൾ ഇപ്പൊ വർഷിപ്പ് ചെയ്യാനായിട്ട് എന്താണ് ആരാധിക്കാനായിട്ട് നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ആരാധിക്കാനും നമുക്ക് കഴിയണം പരസ്പരം. അതാണ് യഥാർത്ഥ റിലിജ്യൻ എന്ന് പറയുന്നത്. അതല്ലാത്തത് ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഹിന്ദുയിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ വേർതിരിച്ച് നിർത്താൻ മാത്രമേ ഉതവുള്ളൂ. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇത് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ പീരി റിഫ്ലക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ അടുപ്പിച്ച് നിർത്താനായിരിക്കില്ല, അത് അകറ്റി നിർത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ഗുരു ഗ്രാൻഡ് സാഹിബ് പറഞ്ഞിരിക്കുന്നത് I listened to the Guru's teachings, but spiritual wisdom did not well up within me. Like a beast, I fill my belly. നമ്മുടെ ഗുരുക്കന്മാരുടെ വാക്കുകൾ, വചനങ്ങൾ, അവരുടെ പ്രവൃത്തിയെയും അവരുടെ പ്രവർത്തന രീതികളെയും നമ്മൾ പഠിച്ചില്ല എങ്കിൽ, അവരെന്താണോ ലക്ഷ്യം വെച്ചത് അതിനെപ്പറ്റി നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ധാർമ്മികതയെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ വിസ്ഡം ഡിഡ് നോട്ട് വെല്ലപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉയർന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉയർന്നു വരാനോ നമുക്ക് കഴിയില്ല. കാരണം നമ്മളുടെ ഗുരുക്കന്മാര് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സാമൂഹ്യ അന്തരീക്ഷവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് പഠിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ എന്തായി മാറും? വെറും മൃഗങ്ങളായി മാറും. ആ മൃഗങ്ങൾ എന്താ ചെയ്യുന്നത്? അവരുടെ വയറ് നിറക്കാൻ മാത്രം ജീവിക്കും. മനസ്സിലായോ? അപ്പോൾ ആ മൃഗതുല്യരായി ജീവിക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗുരുക്കന്മാര്, ഇപ്പൊ നമുക്ക് കേരളത്തിലാണെങ്കിലും ശ്രീനാരായണ ഗുരു, മഹാത്മാ അങ്കാളി, അങ്ങനെ ജ്യോതിബാസു, അങ്ങനെ അടക്കം പൊയ്കേലച്ചൻ, ഇവരെല്ലാരും ഇപ്പൊ ഓരോ ഗുരുക്കന്മാരെയും, ഇപ്പൊ സാറ് പറയാത്തൊരു കാര്യം ഞാൻ പറയാണ്, ഓരോ ഗുരുക്കന്മാരെയും അവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അത് ഹിന്ദുവൽക്കരിച്ചിരിക്കും. അപ്പൊ അത് നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നീ പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേപോലെ നമ്മൾ ഗുരുവിനെ കൃത്യമായി പഠിച്ചാൽ നമുക്ക് പറയാം നീ പറയണത് ശരിയല്ല എന്ന് നമുക്ക് പറയാം. പഠിക്കാത്തത്രയും കാലം നമ്മൾ എന്ത് ചെയ്യണം? അവർ പറയണത് കേട്ട് ഇതേപോലെ എന്ത് ചെയ്യണം? ഒരു മൃഗതുല്യരായി നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഈ ചിന്തകള് നമ്മളെ സംബന്ധിച്ച് ഗുരുക്കന്മാരുടെ വചനങ്ങളും അവരുടെ പുസ്തകങ്ങളും ഒക്കെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മിരിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്താണ്? പൊളിറ്റിക്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. പഠിച്ചാൽ അതനുസരിച്ച് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ നമ്മള് സ്പിരിച്വൽ വിസ്ഡം നമ്മൾ എത്ര എന്നുണ്ടെങ്കിൽ ആ വിജയത്തിലേക്ക് എത്ര എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗുരുവിനെ പഠിക്കണം, ഗുരുക്കന്മാരെ നമ്മൾ പഠിക്കണം. ആ പഠിക്കാത്ത അത്രയും കാലം നമ്മൾ സ്പിരിച്വൽ വിസ്ഡം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ സ്പിരിച്വൽ വിസ്ഡം ഉണ്ടാകാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി എന്തായി മാറും? നമ്മൾ മൃഗതുല്യരായി ജീവിക്കുന്നവരായി മാറും. ആ മൃഗതുല്യരായി ജീവിക്കുന്നവരെ സംബന്ധിച്ച് ചിന്താഗതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് ഈ ഇലക്ഷനില് മിരിയില് എലക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സ്വന്തം ശത്രുവിനെ തന്നെയായിരിക്കും. സ്വന്തം ശത്രുവാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറും? നമ്മുടെ സ്വന്തം ശത്രുവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. അതെന്താ കാരണം? നമ്മൾ മൃഗതുല്യരായി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മൃഗങ്ങളെ സംബന്ധിച്ച് തിന്നുക, അപ്പിയിടുക, അത് മാത്രമേ മൃഗങ്ങൾക്ക് ഉള്ളൂ. വേറെ ലക്ഷ്യങ്ങളോ ചിന്തകളോ ഒന്നുമില്ല, പ്രവർത്തനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ജീവിച്ചു പോയാൽ നമുക്ക് ഫലം എന്തായിരിക്കും? വിപരീത ഫലങ്ങളെ നമുക്കുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ അടക്കം പറയുന്നുണ്ട് നമ്മുടെ റൂട്ട് എവിടെയായിരിക്കും? ഇപ്പൊ ബ്രാഹ്മണിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള റൂട്ടാണ് അല്ലെങ്കിൽ അടിസ്ഥാനമാണ് അവരിൽ ആ ബ്രാഹ്മണിസത്തിന്റെ ചിന്താഗതിയുമായി നടക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും എങ്കിൽ അവിടെ നമ്മൾ എലക്ട് ചെയ്യാൻ പോകുന്നത് ആരെയായിരിക്കും? അത് ഈ പറഞ്ഞ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉള്ള സവർണരായിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി നിലനിർത്തുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? തെരഞ്ഞെടുക്കുകയുള്ളൂ. അവര് സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ നമ്മുടെ ശത്രു മാത്രമല്ല, ഈ സമൂഹത്തിന്റെ ശത്രുക്കൾ തന്നെയാണ് ആര്? ഈ സവർണരായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ നമ്മുടെ മാത്രമല്ല സമൂഹത്തിന്റെ തന്നെ ശത്രുക്കളായാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മള് തുടർച്ചയായിട്ട് ഇന്ത്യയിലെ എല്ലായിടങ്ങളിലും ഈ മിരി അത് നിലനിൽക്കുന്നത് എന്തിലാണ്? പീരിയിലാണ്.
ഈ പീരി എന്താണ്? പീരി എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ഇടയിൽ, നമ്മൾ ഉൾപ്പെടുന്ന ഈ ജനങ്ങളുടെ ഇടയിലുള്ള ബ്രാഹ്മണിക്കൽ സിസ്റ്റമാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് വരുമ്പോൾ ഈ നീതിയിൽ എന്താണ് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും മൈനോറിറ്റി എന്താണ് വളരെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും ബ്രാഹ്മണിയായിട്ടുള്ള ആൾക്കാർക്ക് അപ്പർ ഹാൻഡ് വരുന്നതിന്റെ കാരണം അതാണ്. ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ എന്താണ് നിൽക്കുന്നത്? ഇതാണ്, ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അത് ഈ സ്പിരിച്വൽ ആംഗിൾ നമ്മൾ എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു, സ്പിരിച്വൽ ആംഗിൾ നമ്മളിലാണ്, ഉള്ളിലുള്ളതാണ്. ആ സ്പിരിച്വൽ ആംഗിൾ ചേഞ്ച് വരുമ്പോൾ മീരിയിൽ ടോട്ടലി ചേഞ്ച് വരും.